അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ചെറുവള്ളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 15 ഞായറാഴ്ച വൈകിട്ട് 6:30 മണിയോടെ സമാരംഭിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തും. വാർത്തകൾ വിശദമായി. അരൂർ ചെറുവള്ളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 15 ഞായറാഴ്ച വൈകിട്ട് 6:30 മണിയോടെ സമാരംഭിക്കും. ഡിസംബർ 22 ഞായറാഴ്ച യജ്ഞപ്രസാദ വിതരണത്തോടെ ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനം കുറിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരി സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപം തെളിയിക്കും. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയായ ഭാഗവത വംശി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ. നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ക്ഷേത്ര സങ്കേതമാണ് അരൂർ ചെറുവള്ളി ക്ഷേത്രം. ശ്രീ അയ്യപ്പനും പാർവതി ദേവിയുമാണ് പ്രധാന മൂർത്തികൾ. കാവിനുള്ളിൽ കുടികൊള്ളുന്ന പരദേവതയും പതിമൂർത്തികളും യക്ഷി, രക്ഷസ്, നാഗദൈവങ്ങൾ എന്നിവയുമാണ് ഉപദേവതാ സാന്നിധ്യങ്ങൾ. അടുത്ത വർഷം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഷ്ടമംഗല്യ ദേവപ്രശ്നവും തുടർന്ന് അഷ്ടബന്ധകലശത്തോടെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളും നടത്തുമെന്ന് ദേവസ്വം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുവള്ളി ദേവസ്വം ട്രസ്റ്റാണ് ക്ഷേത്രഭരണം കൈയാളുന്നത്. ചെറുവള്ളി ക്ഷേത്രത്തിനെ കൂടുതൽ ഐശ്വര്യപൂർണമാക്കി ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ള മഹത് ശ്രമത്തിലാണ് പുതിയ ഭരണസമിതിയെന്ന് പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 2025 മാർച്ച് 6, 7, 8 തീയതികളിലാണ് ഇത്തവണത്തെ ഉത്സവം അരങ്ങേറുന്നത്. ഇവ സംബന്ധിച്ച അറിയിപ്പുകൾ നൽകാൻ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് മധുസൂദനൻ, സെക്രട്ടറി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് വിനോദ് വി നാഥ്, ക്ഷേത്രം ഭാരവാഹികളായ സജീവ് കുമാർ, ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 15 മുതൽ ഡിസംബർ 22 വരെ യജ്ഞാചാര്യനായിട്ടുള്ളത് ശ്രീ ബ്രഹ്മശ്രീ മൂക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി, മുൻ ഗുരുവായൂർ മേൽശാന്തിയാണ്. നമ്മളിപ്പോൾ ചെറുവള്ളി ക്ഷേത്രം ട്രസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുടുംബാംഗങ്ങളും പൊതുജനങ്ങളും കൂടി അടങ്ങുന്ന ഒരു വിങ്ങായിട്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ നീണ്ട ഇളവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു സപ്താഹം ഇവിടെ നടത്തുന്നത്. ആ സപ്താഹം വളരെ വിപുലമായ രീതിയിലാണ് നമ്മളിപ്പോൾ കൊണ്ടാടുന്നത്. മുൻ ഗുരുവായൂർ മേൽശാന്തി മൂക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യുടെ സാന്നിധ്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനുശേഷം നമുക്ക് ഉത്സവം മാർച്ച് 6, 7, 8 തീയതികളിൽ വിപുലമായ പരിപാടികളോടുകൂടി തന്നെയാണ് കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചെറുവള്ളി ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ചെറുവള്ളി സ്വരൂപം അല്ലെങ്കിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുമായിട്ടൊക്കെ അതീവ ബന്ധമുള്ളൊരു ക്ഷേത്രമാണ്. ഒരു നമ്പൂതിരി കുടുംബം ദേശാന്തരത്തിൽ പലായനം ചെയ്തു പോയപ്പോൾ ദേശത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ ഈ ക്ഷേത്രത്തിൻ്റെയും ബാക്കിയുള്ള വസ്തുക്കളുടെയും ഭരണം ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നീട് വന്ന തലമുറകൾ അത് കാത്തു പരിപാലിച്ചു പോവുകയാണ് ചെയ്തത്. പുനരുദ്ധരിക്കാനായിട്ട് ഇപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലൊരു ഭരണ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ചെറുവള്ളി ദേവസ്വം ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും നല്ല രീതിയിൽ ഭരണം നടന്നു വരികയും ചെയ്യുകയാണ്. നീണ്ട കാലയളവിന് ശേഷമാണ് ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം പുനരാരംഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ 27ാമത്തെ സപ്താഹയജ്ഞം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി മോനാട്ടുമന കൃഷ്ണൻ നമ്പൂതിരി അവരിലാണ് ഭദ്രദീപ പ്രകാശനം നടത്തുന്നത്. അതിനുശേഷം ആചാര്യഭരണം, അതിനുശേഷം കലവറ നിറയ്ക്കൽ, തുടർന്ന് 7 നാൾ നീണ്ടു നിൽക്കുന്ന സപ്താഹയജ്ഞം 2024 ഡിസംബർ 22-ാം തീയതി അഭിവൃ സ്നാനത്തോടുകൂടി പര്യവസാനിക്കുകയാണ്. അപൂർവ ക്ഷേത്ര ദേവതകളുടെ സംഗമ ഭൂമി കൂടിയാണ് ചെറുവള്ളി. പുലിവാഹനായ ധർമ്മശാസ്താവിൻ്റെ അപൂർവ പ്രതിഷ്ഠ ക്ഷേത്രം. കൂടാതെ കാഞ്ചികാമാക്ഷി പാർവതി ദേവിയായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. പാശാങ്കുശം, പുഷ്പവാണജാപം മുതല ആയുധങ്ങളുമായിട്ടാണ് ക്ഷേത്രത്തിൽ ദേവി കുടികൊള്ളുന്നത്. കൂടാതെ പതിമൂർത്തികൾ, യക്ഷിമാരക്ഷസ്, കാവിനുള്ളിലൊരു ഭദ്രകാളിയുണ്ട്. അപൂർവമായിട്ടാണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠ കാവിനുള്ളിൽ വരുന്നത്. പ്രതിഷ്ഠയല്ല, പീഠപ്രതിഷ്ഠയാണ്. വാളഞ്ചിറമ്പിലും ഭദ്രകാളി ഭക്തജനപ്രിയയായിട്ട് കുടികൊള്ളുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ ചടങ്ങുകൾക്കും സാക്ഷികളും സഹായികളുമായി ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സർവ്വതോമുഖമായ സാന്നിധ്യം ക്ഷണിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ. അവിടെ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള വല്യമാവൻ, ഗുരുനാഥൻ എന്നിവരുടെ വൈദ്യന്മാരായിട്ടുള്ള ഒരു വലിയൊരു പരമ്പരയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ തലമുറ. അന്ന് പാമ്പും വിഷമേറ്റും മറ്റു ജന്തുക്കളുടെ വിഷങ്ങളും മറ്റും ഏറ്റ് വരുന്നവരെ ജീവഹാനി വരെ സംഭവിക്കാവുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിച്ചു പോകുന്നൊരു മൂർത്തി സങ്കേതം കൂടിയാണ് വല്യമാവൻ നട.
അവിടെ ചാമുണ്ടേശ്വരി, ആ സംഘത്തിൽ ചാമുണ്ടേശ്വരി പ്രധാനമൂർത്തിയായും വല്യമ്മാവൻ ഗുരുനാഥൻ പഞ്ചമൂർത്തികൾ, അതുപോലെ കാപ്പിരി ശിവ കുടുംബം ഒക്കെയാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. 2025 മാർച്ച് 6, 7, 8 തീയതികളിൽ നടക്കുന്ന തിരുവാതിര മഹോത്സവത്തിൻ്റെ വിളംബര പത്രികയുടെ പ്രകാശന കർമ്മവും പത്രസമ്മേളന വേദിയിൽ നടന്നു. നടത്തിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ലൊരു തുക ചിലവാകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അതിനകത്തേക്ക് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ക്ഷണിക്കുകയാണ്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.